ഇപ്പം നമ്മളൊരു ലേറ്റസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് തീരെ മസിലില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് മസിൽ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏട്ടനെ അധികം കാണാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, എ ഡേ ഇൻ മൈ ലൈഫ്. അതെന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഐ എം സ്റ്റിൽ എൻ ACC സ്റ്റുഡൻറ്റ്. ഞാൻ ഇപ്പോഴും പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ പഠിത്തം ഇതുവരെ തീർന്നിട്ടില്ല. സോ ദാറ്റ് ഇസ് ദെയർ. പിന്നെ ഐ ആം വർക്കിംഗ്, ഐ എം എൻ ഓഡിറ്റർ, പിന്നെ ഐ എം എ വൈഫ്. അപ്പോൾ എനിക്ക് പൊതുവേ എൻ്റെ മിക്ക ദിവസങ്ങളും കുറച്ച് പാക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് എക്സാം എടുത്തിരിക്കുകയാണ്. ഒരു 1 to 2 വീക്സിൽ എൻ്റെ എക്സാമാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ തിരക്കാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ അല്ല, അതായത് എക്സാം എടുക്കുമ്പോൾ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ ഇങ്ങനെയാണ്. ബട്ട് എനിവേ, അപ്പോൾ എൻ്റെ ഒരു ഡേ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഓൾറെഡി എന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ ഉറങ്ങി എണീറ്റ് കുറച്ച് സമയമായി. എനിക്ക് ആക്ച്വലി ഇന്ന് എന്താ പറയുക, ലൈക്ക് എണീക്കുമ്പോൾ തൊട്ടുള്ളതൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം ഞാൻ എണീറ്റ് വിത്തിൻ സം ടൈം തന്നെ ലൈക്ക് ഐ ഹാഡ് വർക്ക് കോൾസ് ആൻഡ് സോ മെനി തിങ്സ്. എണീക്കാനൊരു ഇത്തിരി ലേറ്റായി. വർക്കിൻ്റെ ടൈമിങ് ആകുമ്പോഴത്തേക്കാണ് ഓൾമോസ്റ്റ് ഞാൻ എണീറ്റത്. പിന്നെ അപ്പം തൊട്ട് പണിയായിപ്പോയി. അപ്പോൾ ഇൻട്രോനൊന്നും ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആയതേ ഉള്ളൂ. അതിപ്പോൾ ഓൾറെഡി ടൈം 10 കഴിഞ്ഞു. ആൻഡ് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല. സോ എത്രയും പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണം. നോ വറീസ്, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം വേറൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. എനിവേ, അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് എക്സ്ട്രാ കുക്കിംഗ് ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, ഇന്ന് കുറച്ച് എക്സ്ട്രാ കുക്കിംഗ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ഐ സെഡ്, വർക്ക്, പഠിത്തം, ഇൻ ബിറ്റ്വീൻ കുറച്ച് എക്സസൈസ് ഓർ ലൈക്ക് നടക്കാൻ പോകണമെന്ന് കുറച്ച് സമയം. സോ എന്തായാലും എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ടൈം ഓൾറെഡി ഒരു 10 o'clock ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ ദോശ അവിടെ നിന്ന് ആവുന്ന ടൈം ഞാൻ സൈഡിൽ നിന്ന് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. തലേന്നത്തെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അതാണ് നമ്മൾ ദോശയിലൂടെ കഴിക്കുന്നത്. അപ്പോൾ അത് റീഹീറ്റ് ചെയ്യുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ ഏട്ടന് ടീ ആക്കുകയാണ്. രാവിലെ എല്ലാ ദിവസവും ചായ മസ്റ്റാണ് ആൾക്ക്. എനിക്ക് പക്ഷേ അങ്ങനെയല്ല. ആൻഡ് ഓൾസോ ഞാനൊരു ടീ ലവർ അല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആക്കാറില്ല. ഞാനൊരു കോഫി അഡിക്റ്റ് ആണ്. പക്ഷേ ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആസ് ഐ സെഡ്, ഐ എം എൻ അഡിക്റ്റ്. അപ്പോൾ പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, കുറേ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ വളരെ ഒരു കൺട്രോൾഡ് മാനറിൽ അത് കൊണ്ടുവന്നിട്ടാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ ചായ അടുപ്പത്ത് വെച്ച സമയത്ത് എനിക്കൊന്ന് ഞാൻ ക്യാമറ എന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇത് തിളച്ച് മറിഞ്ഞ് എൻ്റെ സ്റ്റവിൽ ഫുൾ കോളമായി. പിന്നെ ഞാനത് ക്ലീൻ ചെയ്യായിരുന്നു കഷ്ടപ്പെട്ടിട്ട് കേട്ടോ. ഏട്ടൻ എന്നെ കളിയാക്കും, കല്യാണത്തിന് ശേഷമാണ് നീ ചായ ഉണ്ടാക്കാൻ പഠിച്ചത്, ഹായ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ അങ്ങനെയല്ല, കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഏട്ടന് വേണ്ട രീതിയിലുള്ള ചായ ഉണ്ടാക്കാൻ പഠിച്ചത്. എനിക്ക് അതിന് മുന്നേ ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കടുപ്പല്ല, ഏട്ടന് പക്ഷെ നല്ല കടുപ്പം വേണം ചായക്ക്. അങ്ങനെ ഞങ്ങൾ ഇതപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് എപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കാറ് മോസ്റ്റ് ഓഫ് ദ ടൈം. പക്ഷേ ഞാൻ പെട്ടെന്ന് കഴിച്ചു തീരും. അതായത് ഞാൻ സൂപ്പർ ഫാസ്റ്റാണ്, എനിക്ക് ക്ഷമയില്ല. പൊതുവേ ഞാൻ എല്ലാത്തിലും ഒരു എന്താ പറയുക, ഇംപേഷ്യൻറ്റ് ആൻഡ് ഇമ്പൾസീവ് നേച്ചർ ആണ്. അപ്പോൾ ഫുഡിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ പറയുക, വിഴുങ്ങുകയാണ് അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്ത് തീർക്കുക എന്ന് ഏട്ടനെപ്പോഴും പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ആൻഡ് ഹീസ് ദി ഓപ്പോസിറ്റ് ഓഫ് മീ. അതായത് ഞാൻ എക്സ്ട്രീം ഫാസ്റ്റ് ആണെങ്കിൽ ഹീസ് എക്സ്ട്രീം സ്ലോ. അപ്പോൾ ഒരുമിച്ച് ഇരുന്നാലും 5 മിനിറ്റ് കൊണ്ട് ഞാൻ കഴിച്ചു തീരും. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ ഏട്ടൻ കഴിച്ചു തീരുന്നവരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. സൈഡിൽ നിന്ന് ഏട്ടൻ്റെ പ്ലേറ്റിനൊക്കെ കുറച്ച് തോണ്ടി തിന്നും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ. പിന്നെ കഴിക്കാനിരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്തിടും ടി വിയിൽ. മോസ്റ്റ് ഓഫ് ദ ടൈം കോമഡി ആയിരിക്കും. അപ്പം എന്തെങ്കിലും മലയാളം കോമഡി സീൻസ് കണ്ട് ചിരിക്കലാണ് ഞങ്ങളുടെ സ്ഥിരം പണി. ഇന്നിപ്പോൾ വെച്ചത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ്. അതിൻ്റെ സീൻസ് കണ്ടിട്ടാണ് ഇപ്പോൾ പൊട്ടി പൊട്ടി ചിരിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. എൻ്റെ പ്ലേറ്റും ഏട്ടൻ്റെ പ്ലേറ്റും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇറ്റ്സ് പോൾസ് അപ്പാർട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ വർക്കിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ബെഡിലൊക്കെ ഇരുന്നിട്ടാണ് മോസ്റ്റ്
മോസ്റ്റ് ഓഫ് ദി ടൈം വർക്ക് ചെയ്യാറ്. ബെഡ് അല്ലെങ്കിൽ സോഫ, അതായത് എനിക്ക് ഏതാണ് ആ ടൈം കംഫർട്ടബിൾ, അങ്ങനെ ഓരോ അവറിൽ ഞാൻ ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിലായിരിക്കും ഇരുന്ന് വർക്ക് ചെയ്യുക. ഇപ്പോൾ സമയം 3 മണിയായി ഉച്ചയ്ക്ക്. ആൻഡ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. എനിക്ക് ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ട്. പിന്നെ ഞാൻ എക്സാം എടുത്തത് കൊണ്ട് ഒരു 1 വീക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കും, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. അതുകൊണ്ട് എനിക്ക് ഇന്ന് കുറച്ച് എക്സ്ട്രാ കുക്കിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരാഴ്ചയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏട്ടന് ഒരു 1-2 ദിവസത്തേക്കുള്ള കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് പോകാനാണ് മാക്സിമം ശ്രദ്ധിക്കാറ്. സോ ഞാൻ ആദ്യം തന്നെ റൈസ് അവിടെ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ ടൈം ഞാൻ ഇവിടെ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഇന്നലെ രാത്രി ചിക്കൻ കറി ആക്കിയപ്പോൾ ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ച് മസാലയൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതവിടെ ഒന്ന് ആയിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ പരിപ്പ് പാലക്ക് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പാലക്ക് ക്ലീൻ ചെയ്ത് മുറിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ പരിപ്പ് അല്ലെങ്കിൽ ദാൽ ആൻഡ് പാലക്ക് കറി. ഇതുണ്ടാവുമ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഉപ്പേരി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ ഇറ്റ്സ് വെരി ന്യൂട്രീഷ്യസ്, കാരണം കുറേ കൊട്ടക്കണക്കിന് പാലക്ക് ഇതിലുണ്ടല്ലോ. അപ്പോൾ പാലക്കൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പരിപ്പ് ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണ്, അത് വാഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് അത് അവിടുന്ന് ഒന്ന് വെന്ത് വരുന്ന സമയം ഞാൻ തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട റൈസ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനുവിൽ ഒരു ഐറ്റം ഫ്രൈഡ് റൈസാണ്, അത് ഏട്ടൻ ആക്കി വെക്കുന്നത്. അപ്പോഴത്തേക്കും ദ ചിക്കൻ ഫ്രൈയും റെഡിയായി. അപ്പോൾ റൈസ് അവിടെ നിന്ന് ആവുന്ന ടൈമിൽ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ബീൻസ് ആണ്. അതിനുശേഷം ഞാൻ കുറച്ച് ക്യാരറ്റ് നമ്മുടെ ചോപ്പറിലിട്ട് നല്ല രീതിക്കൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മുറിച്ച് ചെറുതാക്കാനുള്ള എനർജിയൊന്നും എനിക്കില്ല. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സ്വീറ്റ് കോൺ ബോയിൽ ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എന്താ പറയുക, ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ റെഡിയായി. ഇനി നെക്സ്റ്റ് എനിക്ക് ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്, എഗ്സ് ആണ്. അപ്പം ഞാൻ എന്താ അതും പൊട്ടിച്ച് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് അധികം സമയം എടുക്കുന്നില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ ഫ്രൈഡ് റൈസ് ആവും. അപ്പോൾ കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്താ ഇനി ഉപ്പേരി ആക്കാൻ പോവാണ്. ഉപ്പേരി അല്ല, ലോങ് ബീൻസ്, അതായത് നമ്മുടെ ലോങ് പയറിൻ്റെ മെഴുക്ക് പുരട്ടി പോലെ. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പം ഞാൻ അത് ആദ്യം ഒന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഗാർലിക് നേരത്തെ ചോപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഗാർലിക്കൊക്കെ ചോപ്പ് ചെയ്ത് നല്ല രീതിക്ക് ഞാൻ എന്താ ഇപ്പോൾ അത് ആദ്യമായിട്ട് വഴറ്റാണ്. അങ്ങനെ അതൊന്ന് മൂത്ത് നല്ല അടിപൊളി സ്മെല്ല് വന്നതിന് ശേഷം നമ്മുടെ എഗ്സ് ആഡ് ചെയ്യാണ്. എഗ്സ് ആഡ് ചെയ്ത് അതൊന്ന് സ്ക്രാമ്പിൾഡ് ഇതുപോലെ ആയതിനു ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാണ്. ഇതൊക്കെ നല്ല ഹൈ ഹീറ്റിലാട്ടോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഞാൻ ബസ്മതി റൈസ് ആഡ് ചെയ്ത് ഫുൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അതിൻ്റെ സൈഡിൽ ഞാൻ മീനും വറുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോഴത്തേക്കും പരിപ്പ് പാലക്ക് കറി ആക്ച്വലി റെഡിയായി. അതിൽ ഞാൻ എന്താ പറയുക, കുറേ ഗാർലിക്ക് മൂപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, കാരണം കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ആൻഡ് എനിക്ക് ആകെ 1 അവറേ ലഞ്ച് ബ്രേക്ക് ഉള്ളൂ. ആ സമയത്ത് വേണം എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതാ പയറ് കുറേ നേരം നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റി എടുക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. വേറെ അലങ്കാരങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് വരും. സോ അതാ എൻ്റെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ റെഡിയായി. പരിപ്പ് പാലക്ക് കറി, അപ്പുറത്ത് മീൻ ഫ്രൈ ഉണ്ട് ഇപ്പോൾ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനുള്ളത്, ഫ്രൈഡ് റൈസ് സാധനങ്ങൾ. ആൻഡ് ഫൈനലി ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ്. സമയം 4 മണി കഴിഞ്ഞു. വേഗം എനിക്ക് ലഞ്ച് കഴിച്ചിട്ട് ജോലി ചെയ്യാനുള്ളതാണ്. സമയം ഇപ്പോൾ 6:30 ആയി. ഞാൻ ലാപ്ടോപ്പൊക്കെ അടച്ച് വെച്ചതാ നടക്കാൻ പോവാണ്. ഞാൻ പിന്നെയും വർക്ക് ചെയ്യുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, ബിക്കോസ് ഞാനിങ്ങനെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതല്ലേ. അപ്പോൾ എത്രയെന്ന് വെച്ചിട്ട് നിങ്ങൾ അതും നോക്കിയിരിക്കുക. അതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നെയും ഷൂട്ടൊന്നും ചെയ്തില്ല. സോ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങി. ഹലോ എവരിബഡി, ഞാൻ എന്താ നടന്ന് വന്ന് ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിലിരിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര കാലുവേദന. എനിക്ക് ഫുട്ടില്ലേ, ഇവിടെയാണ് വേദന. അതെനിക്ക് ഉണ്ട് പൊതുവേ. ലൈക്ക് കുറേ നടന്നാൽ അല്ലെങ്കിൽ കുറേ നിന്നാലൊക്കെ എനിക്ക് കാലുവേദന വരും. ഒരു ദിവസം മാക്സിമം ഒരു 2 hours എനിക്കിങ്ങനെ അടുപ്പിച്ച് നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കാലിൻ്റെ അടിയിലാണ് എനിക്ക് വേദന വരാം. ഏട്ടനാദ്യമൊക്കെ പറഞ്ഞു വെയിറ്റ് കൂടിയിട്ടാവും എന്നൊക്കെ. പക്ഷേ എനിക്ക് ഞാൻ മെലിഞ്ഞിരുന്ന ടൈമിലും ഉണ്ടായിരുന്നു ഈ പെയിൻ. അപ്പോൾ അതെന്താണെന്ന് എക്സാക്ട്ലി എനിക്ക് അറിയില്ല. ഇപ്പം നമ്മുടെ ഒരു ലേറ്റസ്റ്റ് കൺക്ലൂഷൻസ് എനിക്ക് തീരെ മസിലില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് മസിൽ മാസ് തീരെ ഇല്ല എന്നാണ് തോന്നുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് ഉണ്ട്. അപ്പോൾ ഞാനിനി
പോയിട്ട് വേഗം കുളിക്കട്ടെ. എനിക്ക് കുറച്ച് നേരം കാലൊന്ന് ഞാനിങ്ങനെ കാല് വേദന എടുത്തിട്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു 15 മിനിറ്റ്സ് ഒരു വാം വാട്ടറിൽ ബക്കറ്റിൽ വാം വാട്ടർ എടുത്തിട്ട് അതിൽ എക്സം സോൾട്ട് ഇട്ടിട്ട് അതിലിങ്ങനെ ഇരിക്കും, കാല് താഴ്ത്തി വെച്ചിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് ചെറിയൊരു റിലീഫ് കിട്ടാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് എത്രയും പെട്ടെന്ന് കുളിച്ചിട്ട് എനിക്ക് വിളക്ക് കത്തിക്കണം. എനിക്ക് ഈ ക്ലാസ്സസ് ആക്ച്വലി ഓഫ്ലൈൻ ഒന്നും അല്ല, ഞാൻ ഫേസ് ടു ഫേസ് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ഓൺലൈൻ ക്ലാസ്സസ് ആണ് എൻ്റെ. പക്ഷേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നാട്ടിലാണ്. അപ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ആൻഡ് ദിസ് ടൈം എൻ്റെ പേപ്പർ അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. സോ കൊച്ചിയിലും കാലിക്കറ്റിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നത് എലാൻസിൻ്റെ ആണ്. അതിൽ എലാൻസിലെ ഹബീബ് സാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് ഭയങ്കര അടിപൊളിയാണ്. ഹി ഈസ് വെരി ഫേമസ് ഫോർ ബീങ് ലൈക്ക് വൺ ഓഫ് ദ അല്ല ലിറ്ററലി ദ ബെസ്റ്റ് ട്യൂട്ടർ അപ്പോൾ ഹബീബ് സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ കിടിലനായിട്ട് പഠിപ്പിക്കും. പിന്നെ സാറും ഒരു അടിപൊളി മനുഷ്യനാണ്. എനിക്ക് സാറിനെ കുറച്ച് കാലമായിട്ട് അറിയാം. അതായത് ഞാൻ പണ്ട് ലക്ഷ്യയിലായിരുന്നു ഇനിഷ്യലി, അപ്പോൾ അന്നേരം സാർ അവിടെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീക്ക് ഡേയ്സിൽ അധികം സമയം കിട്ടാറില്ല പഠിക്കാൻ ആക്ച്വലി, കാരണം ഡ്യൂറിങ് ദ ഡേ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്ക് പഠിത്തത്തിലേക്ക് എന്തായാലും ഇറങ്ങാൻ പറ്റുള്ളൂ. സോ വീക്ക് ഡേയ്സ് പൊതുവേ ഭയങ്കര പാക്ഡ് ആണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ എനിക്കത് അങ്ങനെ ആലോചിക്കാൻ പോലും സമയം കിട്ടാറില്ല ചില ദിവസങ്ങളിൽ. എസ്പെഷ്യലി എക്സാം എടുക്കുന്ന സമയത്ത് ക്ലാസ്സസ് കുറേ അറ്റൻഡ് ചെയ്യാനുണ്ടാവും, കുറേ എന്താ പറയുക ക്വസ്റ്റ്യൻ പ്രാക്ടീസും കാര്യങ്ങളുണ്ടാവും, വർക്ക് ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, അങ്ങനെ എക്സെട്ര. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു നോർമൽ ഡേ എക്സാം എടുത്തിരിക്കുന്ന സമയത്ത്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് ഇത്രയും ആൻഡ് വാച്ചിങ് ദിസ് ആൻഡ് താങ്ക് യു ഫോർ എവറിത്തിങ്. അപ്പോൾ ഇനിയും തുടർന്നും ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.